ആഹാരത്തിന് ക്യൂ നിന്ന പലസ്തീനികളെ ഹമാസ് വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ലോകം മുഴുവൻ മതനിയമത്തിൻ്റെ കീഴിലാക്കാൻ ജിഹാദിന് ഇറങ്ങിയ ഇസ്ലാമിക തീവ്രവാദികളുടെ ഏറ്റവും വലിയ ആയുധം കണ്ണിൽ ചോരയില്ലാത്ത ഭീകര പ്രവർത്തനങ്ങളും അതിന് മേമ്പൊടിയായി നടത്തുന്ന നുണപ്രചാരണങ്ങളുമാണ്. രാജ്യാന്തര യുദ്ധ നിയമങ്ങൾ പാലിച്ചും പലസ്തീനിലെ സിവിലിയന്മാർക്ക് ഒഴിഞ്ഞു മാറുവാനുള്ള സമയം നൽകിയും യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെ രാജ്യാന്തര സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിനായി കൂട്ടത്തിൽ നിൽക്കുന്നവരെ കൊന്നു തള്ളാനും സ്വന്തം അനുയായികളെയും മനുഷ്യ കവചമാക്കിക്കൊണ്ട് ആക്രമണങ്ങൾക്കും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദീനവിലാപത്തിൻ്റെ എക്കോസിസ്റ്റം ഉയർത്താനും ഹമാസ് എന്ന തീവ്രവാദ സംഘടന നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നുണകളും അസത്യ പ്രചാരണങ്ങളും കടുത്ത കാപഠ്യങ്ങളുമാണ്. ഇപ്പോഴിതാ ഗാസയിലെ റാഫയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ആഹാരം വാങ്ങാൻ വരി നിന്ന 31 പേരെ വെടിവെച്ച് കൊല്ലുകയും 171 പേരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ട് ആ കുറ്റം ഇസ്രായേലിൻ്റെ പുറത്തേക്ക് ആരോപിച്ച് ഇരവാദവും കരച്ചിലും ഉയർത്തിക്കൊണ്ട് അത് നേട്ടമാക്കി മാറ്റാൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന ഹമാസ് ഭീകരത ലോകത്തിന് മുഴുവൻ അമ്പരപ്പവും നടുക്കവുമായി മാറിയിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം റാഫയിൽ നടന്ന ഈ ദാരുണ സംഭവത്തിൻ്റെ പേരിൽ ലോകം മുഴുവൻ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യം സംജാതമായിരുന്നു. അത്രമേൽ ശക്തമായ പ്രചാരണം അതിന് ഹമാസ് നൽകുകയും ലോകമെങ്ങുമുള്ള ഹമാസ് മാനസന്മാർ ആകുന്നത്ര ശക്തിയാൽ അത് പാടിയും പറഞ്ഞും റീൽസാക്കിയും പ്രചണ്ഡമായി പ്രചരിപ്പിച്ച് കൊഴുപ്പിച്ചപ്പോൾ ലോകത്തിൻ്റെ മനസാക്ഷി ഇസ്രായേലിനെതിരെ തിരിയുകയായിരുന്നു. ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഹമാസിൻ്റെ നുണക്കഥകൾ ഏറ്റുപാടുകയുണ്ടായി. ഇസ്രായേൽ സേന വെടിവെക്കുന്നത് കണ്ടു എന്നും തെളിവുണ്ട് എന്നും ഹമാസ് മാനസന്മാർ പ്രചരിപ്പിച്ചപ്പോൾ സകലരും അത് വിശ്വസിക്കുന്ന സാഹചര്യം സംജാതമായി എന്നുള്ളതാണ് സത്യം. എന്നാൽ ഭക്ഷണത്തിന് വരി നിന്നവരെ ഹമാസ് തീവ്രവാദികൾ വെടിവെക്കുന്നതിൻ്റെ വ്യക്തമായ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പണ്ട് അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഹമാസ് തൊടുത്ത റോക്കറ്റുകൾ ബൂമറാങ്ങായി തിരിച്ചു വന്നതുപോലെ ആകുന്നത്ര ഉച്ചത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഹമാസിൻ്റെ കുതന്ത്രങ്ങൾ അവരുടെ തലയിലേക്ക് തന്നെ മടങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ കൂടെ സഹായത്തോടെ ഇസ്രായേൽ ഒരുക്കിയ സന്നദ്ധ സഹായ പ്രവർത്തന സംഘടനയായ റാഫയിലെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ഗാസയിലെ പാവങ്ങളെ അണിനിരത്തിയിട്ട് വെടിവെച്ചു കൊന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് ഇസ്രായേൽ സേന ഹമാസിനേക്കാൾ ക്രൂരന്മാർ ആണ് എന്ന് പ്രചരിപ്പിക്കാനും നേട്ടം കൈയാളാനും മാത്രമാണ്. എന്നാൽ തങ്ങളുടെ വിഹാര കേന്ദ്രമായി ഹമാസ് കരുതി വച്ചിരുന്ന ഗാസയിൽ തങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത ഒരു സംഘടന ആഹാരം വിതരണം ചെയ്യുന്നത് കണ്ട് കുപിതരായ തീവ്രവാദികൾ അത് തന്നെ പറ്റിയ അവസരമാണ് എന്ന് കണ്ട് തങ്ങളുടെ കൂടെയുള്ളവരും വിശപ്പടക്കാൻ വരി നിന്നവരുമായവരുടെ നെഞ്ചിലേക്ക് ആസൂത്രിതമായി വെടിവെക്കുകയായിരുന്നു. അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ആഹാര സാമഗ്രികൾ വിതരണം ചെയ്തിരുന്ന സ്ഥലത്ത് കണ്ടത് മുഴുവൻ പൗരന്മാരുടെ ശാന്തമായ നീക്കങ്ങളായിരുന്നു. അതിന് വിപരീതമായി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പ്രമുഖ ചാനലുകൾ പോലും IDF 31 നിരപരാധികളെ വെടിവെച്ച് കൊന്നു എന്നും വാർത്ത നൽകുകയായിരുന്നു. തിന്മയുടെ ശക്തികൾ നുണ പ്രചരിപ്പിക്കാനായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായി തെളിവായി മാറുകയായിരുന്നു അത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെയും തീവ്രവാദ മാനസരുടെയും ഒഴികെ ലോകത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചത് ഇസ്രായേലിന് തന്നെയായിരുന്നു. കാരണം ഹമാസിനോ പലസ്തീനോ ഒരു ദ്രോഹവും ചെയ്യാതെ ഇരുന്ന ഒരു ഒക്ടോബർ 7-നായിരുന്നു ഹമാസ് സ്വന്തം കുഴി തോണ്ടിക്കൊണ്ട് ആക്രമണവുമായി ഇസ്രായേലിന് നേരെ ഇറങ്ങിയത്. ഇനിയും ഹമാസിനെ ഭൂപരപ്പിൽ തുടരാൻ അനുവദിച്ചാൽ അത് തങ്ങളുടെ അതിജീവനത്തിന് വിഘാതമാകുമെന്ന് ഉറപ്പിച്ച ഇസ്രായേൽ ഹമാസ് ഉന്മൂല യജ്ഞത്തിനായി കളത്തിൽ ഇറങ്ങിയപ്പോഴും പലസ്തീനിലെ നിരപരാധികളുടെ ജീവൻ എടുക്കരുത് എന്ന നീതിബോധം ഉയർത്തിപ്പിടിച്ചിരുന്നു. എന്നാൽ പലസ്തീനിലെ നിരപരാധികളുടെ കൂടെ നിന്ന് അവരോട് ചേർന്ന് നിന്ന് കണ്ണിൽ ചോരയില്ലാതെ ഹമാസ് യുദ്ധം ചെയ്തപ്പോൾ പലസ്തീനിലെ പാവങ്ങളും മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഏതായാലും കണ്ണിൽ ചോരയില്ലാത്ത ഭീകര കൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് പണമുണ്ടാക്കാനും തിരിച്ചടി വരുമ്പോൾ നിരപരാധികളെ പിടിച്ച് മുന്നിൽ നിർത്തി പെടുമരണത്തിലേക്ക് തള്ളിവിടാനും ലോകത്തിൽ ഒരേ ഒരു അധമ കൂട്ടങ്ങളെ ഉള്ളൂവെന്നും അത് ഇസ്ലാമിക തീവ്രവാദികളായ ഹമാസ് തന്നെ ആണ് എന്നും
വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.